എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയും എല്ലാം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഓട്ടടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചൊരു ലൂസായിട്ട് നിന്ന് കുഴച്ചെടുക്കാം. ഇത് ദോശക്കല്ലിലേക്ക് വെച്ച് പരത്തിയെടുക്കാനാണ്. അപ്പം കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇരിക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടൽ വരും. ആ ഒരു സമയമാകുമ്പോഴേക്കും കൈ ഒന്നുകൂടി നനച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൈ ഇങ്ങനെ നമുക്കൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് മാവെടുത്ത് ദോശക്കല്ലിലേക്ക് വെച്ച് പരത്തി കൊടുക്കണം. ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിംഗ് ആണ്. തേങ്ങ ചിരകിയതും ശർക്കര ചീവിയതും കൂടി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുടഞ്ഞു കൊടുക്കാം. പിന്നീട് വെള്ളം വറ്റുമ്പോഴേക്കും ഇതേപോലെ കൈവച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്ത് ഔട്ടിലങ്ങ് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായി ഇതേപോലെ പരത്തി കൊടുക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതാണ് ഇതുണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത്. കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്താലേ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ച് കല്ലിൽ നിന്ന് ഇളകി വരും. ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആ സൈഡ് ഒന്ന് വാടി വരുന്ന സമയത്ത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലായിട്ട് തേങ്ങ ചിരകിയതും മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങയും ശർക്കരയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 3-4 തവണ തിരിച്ചും മറിച്ചും വിട്ട് നന്നായി ഒന്ന് മൊരിയിച്ച് ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ ചൂട് നന്നായിട്ട് അതിൽ നിന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കളർ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പരുവായി വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതിനും ഇതേപോലെ ചട്ടിയുടെ ചൂടൊന്ന് വെള്ളം ഒഴിച്ച് ബാലൻസ് ആക്കിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതേപോലെ വെച്ച് കൊടുത്ത് നന്നായി പരത്തി കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം തേങ്ങയും ശർക്കരയും വെച്ച് കൊടുത്ത് മടക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ച് ചുട്ടെടുക്കാം. ഇതുപോലെ അതും പരുവാകുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ചിലർ വാഴ ഇലയിൽ പരത്തിയിട്ട് ഓട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ചുട്ടെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഓട്ടട ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.